അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരുന്നത് പോലെയാണ്. കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി അനത്തണമെങ്കിലും വെള്ളം കിട്ടണം. അതുപോലെയാണ് കർത്താവെ പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, നിൻ്റെ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവെ അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ അങ്ങനെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കടങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ
അവിടെ തൊഴിൽ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ നീപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവർ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പിയർ 2:15 അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തില് നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇത് ജിയോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റ് ജനറലിന് കർത്താവ് നൽകിയ ഒരു സന്ദേശമാണ്. കാര്യം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ, നിങ്ങളെ സാക്ഷ്യം കേട്ട് കാണാം, അദ്ദേഹം അക്കൗണ്ട് ജനറലായിട്ട് ആക്ടിങ് ഡയറക്ടറായിട്ട് ചാർജ് ചെയ്തിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 ആക്ടിങ് ജനറൽമാരെ ഗവൺമെൻറ് ഡിസ്മിസ് ചെയ്തു. അവരുടെ തിരിമറികളും വക്രതകളും കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രിയും രാജിവെച്ചു. കഴിഞ്ഞ ദിവസം ഉടമ്പടിയിൽ വന്ന ഒരു സാക്ഷ്യമാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല, അവർ കാണിച്ച തിരിമറികളെല്ലാം ഉത്തരവാദികൾ പുള്ളി ആ പൊസിഷൻ ഒപ്പിട്ട് വാങ്ങിച്ച കാരണം പുള്ളിയെയാണ് ഗവൺമെൻറ് കുറ്റവാളിയായിട്ട് കണ്ടത്. അപ്പോൾ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ മറുഭാഗത്തിന് പൈസ വാങ്ങിച്ചിട്ട് വക്കീലന്മാർ മറിച്ച് അവർക്ക് കൊടുത്ത് രഹസ്യത്തിൽ. അപ്പോൾ ഈ ഒരു സങ്കടത്തിൽ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ പോലും സ്വന്തപ്പെട്ടവർ, അയാൾക്ക് വേണ്ടി വാദിക്കേണ്ടവർ അയാളെ തോൽപ്പിക്കാൻ വേണ്ടി അകത്തുനിന്ന് പണിയെടുത്ത്. അപ്പോഴേ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യുമെന്ന്. പുള്ളിയാണ് 200 കുടുംബങ്ങളിലെ കാപ്പിരി കുടുംബങ്ങളിലെ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്തത്. അത്രയും ബന്ധമുള്ളതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന് കൊടുത്ത നോട്ടാണ്. എന്താണ്? മറ്റുള്ളൊരു വക്രത കാണിക്കും, വഞ്ചന കാണിക്കും, പക്ഷേ ഈ യുദ്ധത്തിൽ നീ ആ വക്രതയും വഞ്ചനയും കാണിക്കരുത്. കാര്യം എന്താണ്? വിജയം നൽകുന്നത് കർത്താവാണെന്ന്. അപ്പം കർത്താവ് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാൽ പിന്നെ ലോകത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ എടുക്കരുത്. ലോകത്തിൻ്റെ ആയുധങ്ങളിലാണ്, അത് ഒന്നിട്ട് വായിച്ചത് 2:15 അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ. അവരെ കുറിച്ച് ഈശോ പറയണതാണ്, അവന്മാർ വഴിപിഴച്ചതാണ്, വക്രതയുള്ളവരാണ്. വക്രതയുള്ളവരും ഇതുപോലെയുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറണത് അതേ നാണയത്തിൽ പെരുമാറരുത്. പിന്നെന്ത് ചെയ്യണം? നിഷ്കളങ്കതയോടെ. പലർക്കും തെറ്റിപ്പോണം അവിടെയാണ്. അവർ കണ്ണിന് പകരം കണ്ണെന്ന രീതിയിൽ അവർ വക്രത കാണിച്ചാൽ അതിനേക്കാൾ വക്രത നമ്മളും കാണിക്കും. അപ്പം എന്താ പറ്റണമെന്ന് വെച്ചാൽ കർത്താവിന് രണ്ടുപേരും ഒരുപോലെ പോകും, ഇടപെടാൻ പറ്റാത്തവർ. അപ്പം ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ, രക്ഷിക്കാനാവാത്ത വിധത്തിൽ നമ്മളെ കുറുകിപ്പോകരുത്. ദൈവത്തിൻ്റെ കാര്യം കുറുകിപ്പോകണമല്ല പ്രശ്നം, നമ്മൾ കുറുകിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 35ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ജോവിൻ ജോളി എന്ന ഒരു യുവാവിൻ്റെ സാക്ഷ്യമാണ്. കൃപാസനം മാതാവിനെ ഒരുപാട് നന്ദി. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവപിതാവിൻ്റെ വലിയ നേരിട്ടുള്ള തക്ക സമയത്തുള്ള വെളിപ്പെടുത്തലുണ്ട്.
മരിയൻ ഉടമ്പടിയുടെ മർമ്മമായ യോഹന്നാൻ 2:5 തിരുവചനം അനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോൾ സമയച്ചുരുക്കമെന്ന വലിയ പ്രതിഭാസം നടന്ന വലിയ സാക്ഷിയായി ഉയർത്തപ്പെട്ട ഒരു വലിയ ദൈവിക ഇടപെടലിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ ഒരു അനുഭവം എന്നുള്ളത്. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു സ്റ്റെപ്പ്, അതുമല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലായിരിക്കുന്ന യുവാക്കളുടെയൊക്കെ ഏറെ പ്രത്യേകമായിട്ട് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു യുവാക്കളുടെ ഒരു സ്വപ്നമാണ് ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത്. ഏറെ വർഷമായിട്ട് ഞാനൊരു ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് വളരെയേറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 10-12 വർഷത്തോളമായി ഞാൻ ഒരുപാട് PSC പരീക്ഷകൾ എഴുതുകയും ആ പരീക്ഷകളിലെല്ലാം ഞാൻ ഒരുപാട് പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്തെങ്കിലും എനിക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോലും ജോലിക്കായിട്ട് വിളിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഭാര്യ വന്ന് കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത്. ഭാര്യയുടെ ഉടമ്പടി ജീവിതമൊക്കെ കണ്ട് അതിൻ്റെ കൂടെ കൂടി അവസാനം ഈ ജോവിൻ ജോളി എന്ന ഈ യുവാവും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ആരംഭിക്കുന്നു. ഉടനടി വലിയൊരു ദൈവിക ഇടപെടലുണ്ടാകുന്നു. അഡ്വൈസ് മെമ്മോ കിട്ടുന്നു. അത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ ആ ജോലിയിൽ ജോയിൻ ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി അത് ജോയിൻ ചെയ്തെങ്കിലും മനസ്സിലായത് ആ സ്ഥാപനം ഏറെ സാമ്പത്തികമായി ഞെരുക്കത്തിലായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. പക്ഷേ ഈ ഒരു ഗവൺമെൻറ് ജോലിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു സഹോദരൻ്റെ യഥാർത്ഥ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത്. ഈ ഒരു യഥാർത്ഥ ഉടമ്പടി ജീവിതം എന്ന് ഞാൻ പറയാൻ കാരണം, ഈ ഒരു ജോലിയോടൊപ്പം തന്നെ ദൈവപിതാവ് വലിയൊരു സഹന സാഹചര്യവും അവിടെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലി ലഭിച്ചൊരു സന്തോഷമുണ്ടെങ്കിലും അതിൽ നിന്ന് ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു വലിയ വിഷമകരമായ ഒരു സന്ധിയിലേക്ക് കടന്നു പോവുകയും ചെയ്തു. ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പോലും പൈസ ഇല്ലാത്ത ഒരു ഗവൺമെൻറ് സ്ഥാപനമായിരുന്നു. അതുകൊണ്ട് തന്നെ സമയത്ത് സാലറിയും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇങ്ങനെ വലിയ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് കൂടെയുള്ളതിനാൽ ഈ മകന് ഒരു വചനബോധ്യം ലഭിച്ചിരുന്നു. അത് ഇപ്രകാരമാണ്. അതായത് ഫിലിപ്പി 4:6-7 തിരുവചനം അനുസരിച്ച്, നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, ദൈവമാതാവ് തന്നിരിക്കുന്ന ജോലി ആയതുകൊണ്ട് തക്ക സമയത്ത് നിന്നെ ദൈവപിതാവ് ഉയർത്തും. ഇതായിരുന്നു ഈ ജോവിൻ എന്ന സഹോദരനുണ്ടായിരുന്ന പരിശുദ്ധാത്മ വെളിപ്പെടുത്തൽ. വചനപ്രകാരമാണ്. ഫിലിപ്പി 4:6-7 തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ ഈ സഹോദരന് ഇങ്ങനൊരു ആഴമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ കൃപാസനം മാതാവ് എനിക്ക് തന്ന ജോലി ആയതുകൊണ്ട് തന്നെ ആ സഹനം വലിയൊരു വിജയമായി മാറുമെന്നുള്ള വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വലിയൊരു വചനം വായിക്കുന്നുണ്ട്. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നിങ്ങൾ ശാന്തത കൈവെടിയരുത്, കാരണം ദൈവം തക്ക സമയത്ത് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കും. റോമ 8:28 തിരുവചനമാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവിടുന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് തക്ക സമയത്ത് അത് രൂപാന്തരപ്പെടുത്തും. ആ ഒരു വലിയ ബോധ്യം ഈ സഹോദരനുണ്ടായിരുന്നു. ഇപ്രകാരം മുമ്പോട്ട് പോകുമ്പോൾ വലിയൊരു ദൈവിക ഇടപെടൽ ഈ സഹോദരൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതുണ്ടാവുകയാണ്. അതായത് ഞാൻ ഈ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ യോഹന്നാൻ 2:5 തിരുവചനം അനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോൾ ഈ സഹോദരൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ദൈവിക ഇടപെടൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാലറി കിട്ടുന്നില്ല, ഗവൺമെൻറ് ജോലി എന്നുള്ള പേരുണ്ട്. ഇങ്ങനെ വളരെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും മരിയൻ ഉടമ്പടിയിൽ 6 നിബന്ധനകൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് വൃത്തിയായി ഈ മകൻ ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അടക്കം. വലിയ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലേക്ക് സഹന സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ ദൈവസ്നേഹത്തോട് ഒട്ടി നിന്നുകൊണ്ട് അവൻ്റെ വേലയിൽ നമുക്ക് പങ്കാളികളാകാൻ പറ്റുകയുള്ളൂ. അത് വൃത്തിയായി ഈ മകൻ ചെയ്തപ്പോൾ ദൈവപിതാവ് വലിയൊരു വെളിപ്പെടുത്തൽ ഈ മകന് കൊടുക്കുകയാണ്. അത് യോഹന്നാൻ 16:14 തിരുവചനമാണ്.
വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സാഹചര്യങ്ങളിൽ നിന്നപ്പോൾ, വലിയ ദൈവസ്നേഹത്തോടുകൂടി മരിയൻ ഉടമ്പടി നിബന്ധനകൾ ചെയ്തപ്പോൾ വലിയൊരു ദൈവപിതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. അത് ഇപ്രകാരമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയതിന് ശേഷം ഞാൻ മലയാള മനോരമ ദിനപത്രമാണ് വായിക്കാറുള്ളത്. ദിനപത്രം വായിച്ചപ്പോൾ അതിലൊരു പരസ്യം കണ്ടു. ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് ഒരു പ്രത്യേക പോസ്റ്റിലേക്ക്, മാനേജർ പേഴ്സണൽ എന്ന് പറയുന്ന ഒരു വലിയ തസ്തികയിലേക്കുള്ള ഒരു ജോലിക്കായുള്ള പരസ്യമായിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്താൽ എനിക്കൊന്നും കിട്ടാനായിട്ട് സാധ്യതയില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ പത്രം അവിടെ മടക്കി വെച്ച് ഞാൻ റൂമിലേക്ക് പോയി. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലിക്കൊക്കെ പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് സ്റ്റെയർ കേസ് ഇറങ്ങുന്ന സമയത്ത് മാതാവിൻ്റെ വലിയൊരു പ്രചോദനം എനിക്കുണ്ടായി. നീ ആ പത്രം ഒന്നും കൂടി എടുത്ത് വായിച്ചു നോക്കൂ, നീ അതിൻ്റെ ആ ജോലിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുമെന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും പത്രം എടുത്ത് വായിച്ചു. ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഈ സ്വരം വീണ്ടും കേൾക്കുന്നു. ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് കടന്നെങ്കിലും മാതാവ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വന്ന് ആ പത്രം തുറന്ന് ആ ഭാഗം ഞാൻ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവിടെ അന്ന് തന്നെ ആ ജോലിയിൽ അപ്ലൈ ചെയ്തു. തുടർന്ന് നിങ്ങൾ ആരും വിശ്വസിക്കാത്ത ഒരു വലിയ ദൈവിക ഇടപെടലാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിന് പിന്നെ ഈ മകനെ വിളിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് 8 വർഷം അതേ സ്ഥാപനത്തിൽ, ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂ ആണ്, ജോലി ചെയ്ത ഒരാൾ അവിടെ വന്നിട്ടുണ്ട്. ഒത്തിരിയേറെ രാഷ്ട്രീയ സ്വാധീനങ്ങളുള്ള വ്യക്തികൾ അവിടെ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ മകൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു, ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് ആയപ്പോൾ ഈ ജോവിനെ വിളിച്ച് അവിടുത്തെ അധികാരികൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത് ഷോർട്ട് ലിസ്റ്റേ ആയിട്ടുള്ളൂ, താങ്കളെ സെലക്ട് ചെയ്താൽ തന്നെ 1 വർഷത്തോളം എടുക്കും ഈ ഒരു അപ്പോയിൻമെൻറ്റിന്. ഇങ്ങനെയാണ് ഓഫീസിൽ നിന്ന് ഈ മകന് കിട്ടിയ അറിയിപ്പ്. പക്ഷെ ഇവിടെയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാവുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിൽ തുടർന്നു. 1 വർഷത്തോളം എടുക്കുമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സർക്കാരിൻ്റെ ഉത്തരവ് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് ഒരു കോൾ വരികയും ആ സർക്കാരിൻ്റെ ഉത്തരവ് എനിക്ക് അയച്ചിരിക്കുകയും ചെയ്തു. അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ്. കാരണം 1 വർഷം കൊണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞത് വെറും 1.5 മാസം കൊണ്ടാണ് എനിക്ക് ആ സർക്കാരിൻ്റെ ഉത്തരവ് ലഭിച്ച് ഞാൻ നവംബർ മാസത്തിൽ ആ ജോലിയിൽ പ്രവേശിച്ചു. ഒരു ഉന്നത പോസ്റ്റിലേക്കാണ് ദൈവമാതാവ് ഈ ഒരു ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ തക്ക സമയത്ത് ഉയർത്തിയത്. വലിയൊരു സാക്ഷ്യ ദൈവാനുഭവമാണ്. അപ്പോൾ ഈ മകൻ സാക്ഷ്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ജോലിയിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും എന്നെ വലിയ ആശ്ചര്യത്തോടു കൂടിയാണ് വരവേറ്റത്. കാരണം അവർ ചോദിച്ചു, ഇത്രയും സീനിയർ പൊസിഷനിൽ ഇതിനു മുൻപ് ഒരുപാട് മാനേജേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരും 1.5 മാസം കൊണ്ട് ഇവിടെ വന്നതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. സാറിന് എന്തെങ്കിലും രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടായിരുന്നോ ഇത്രയും പെട്ടെന്ന് വരാനായിട്ട് എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ മകൻ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന ഇപ്രകാരമാണ്: അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ ദൈവമാതാവാണ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ വലിയ മധ്യസ്ഥം നടത്തിയത്. ദൈവിക ഇടപെടൽ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. സമയച്ചുരുക്കത്തിൽ എന്നെ ഈ സാക്ഷ്യപീഠത്തിൽ ദൈവപിതാവ് ഉയർത്തിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം, 10-12 വർഷമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയുള്ള അലച്ചിലാണ് ഈ മകനെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹയർ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക്, ഒരു പേഴ്സണൽ മാനേജർ എന്ന നിലയിലേക്ക്, അത് ഗവൺമെൻറ് പോസ്റ്റിൽ ദൈവപിതാവ് ഇടപെട്ട് സന്ദേശം നൽകി തക്ക സമയത്ത് ഈ മകനെ ഉയർത്തിയത്. ഇതാണ് മരിയൻ ഉടമ്പടിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. അതാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി പ്രകാരം വിളിക്കുന്നവർ എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിക്കും. ഈ സാക്ഷ്യം ഞാൻ എടുത്തപ്പോൾ എൻ്റെ മനസ്സിലോട്ട് നിങ്ങളോട് പറയണം എന്ന് വന്ന ഒരുപാട് ചിന്തകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടത്തി വരുന്ന ഈ ഉലയിലൂടെയുള്ള വിശുദ്ധീകരണത്തിന് പലരും നമ്മളെ തന്നെ നിന്നു കൊടുക്കത്തില്ല, അതുമല്ലെങ്കിൽ നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ പലർക്കും ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു കുറവാണ്. ഈ സഹോദരൻ ചെയ്തത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. കാരണം വലിയൊരു സഹന സാഹചര്യം വന്നപ്പോൾ ആ സഹനത്തിലോട്ട് തന്നെ
സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ പാലിച്ചപ്പോഴാണ് തക്ക സമയത്ത് ആ മകനെ ദൈവപിതാവ് സാക്ഷ്യപീഠത്തിൽ മരിയൻ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തിയത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതേപോലെ ഇടിമുഴക്കവും അതുപോലെ തന്നെ ഇങ്ങനെ മിന്നൽ പിണരുകളൊക്കെ ഉണ്ടാകുന്ന പുറപ്പാട് 19-20 ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ നിലച്ചിരിക്കാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ, അതുമല്ലെങ്കിൽ വലിയ സഹന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേട്ടയാടപ്പെടുമ്പോൾ, നമ്മുടെ സങ്കീർത്തനങ്ങളുടെ 103-ാം സങ്കീർത്തനം 7-ാം തിരുവചനം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് വചനപ്രകാരമാണ്. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അതായത് വഴികൾ, ദൈവം തുറന്നിടുന്ന, ദൈവം വെട്ടിയൊരുക്കുന്ന വഴികൾ എപ്പോഴും ദൈവ പൈതലിന് മാത്രമാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. മറ്റുള്ളവർ കാണുന്നതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ സഹന സാഹചര്യങ്ങളും ഈ ഇടിമുഴക്കങ്ങളും മിന്നൽ പിണരുകളും ഒക്കെയാണ്. പക്ഷേ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞെരുക്കം, അതുമല്ലെങ്കിൽ ഒരു സഹനം ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു അനുഗ്രഹം ഒളിച്ചിരിപ്പുണ്ട്. അത് ടാപ്പ് ചെയ്യാൻ, അത് തിരിച്ചറിയാൻ, ദൈവത്തോട് പ്രത്യുത്തരമായിട്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കാൻ ഈ ജോബിന് കഴിഞ്ഞതാണ് ഈ മകനെ സാക്ഷ്യപീഠത്തിലേക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തിക്കാൻ സഹായിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ജീവിതത്തിലൊക്കെ ഒരുപാട് ജീവിത ദുരിതങ്ങളൊക്കെ ഒന്നൊഴിയാതെ നമ്മളെയൊക്കെ വേട്ടയാടുമ്പോൾ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന കുരിശിൻ്റെ പാത, അത് എപ്പോഴും രക്ഷാകര അനുഭവം നൽകുന്നതാണ്. ജോവിൻ്റെ സാക്ഷ്യം നമ്മളോട് വിളിച്ചു പറയുന്നത് പ്രകാരമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിക്കുമ്പോൾ, ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന വലിയൊരു ആനുകൂല്യം എന്നുള്ളത്, ഈ നമ്മുടെയൊക്കെ ദുരിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ സമയം ദൈവമാതാവ് പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടിയുടെ യോഗ്യതയാൽ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചത് ചുരുക്കി തരും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ ഒരു ആനുകൂല്യം എന്നുള്ളത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവിത ദുരിതങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, മാറ്റപ്പെടാത്ത ഒരുപാട് സഹന സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈശോയെ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വലിയ ക്രിസ്തുവാകുന്ന രക്ഷാനുഭവം നൽകുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത വഴി സമയച്ചുരുക്കത്തിൽ ഞങ്ങളെ വലിയ സാക്ഷികളാക്കി ഉയർത്താനുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ ഞെരുക്കങ്ങളും സഹനങ്ങളും എന്ന് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. ദൈവപിതാവേ, ഈശോ തൻ്റെ കുരിശിൻ്റെ സമയത്ത് നിന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിന്റെ ഹിതം മാത്രം ജീവിതത്തിൽ നിറവാൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹന സാഹചര്യങ്ങളിലും ഈശോയെ ദൈവഹിതം ഈ ഒരു സഹന സാഹചര്യത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുവാനും തക്ക സമയത്ത് ഞങ്ങളെയും സാക്ഷികളായി ഉയർത്താനും ഈശോയെ വലിയ ശുശ്രൂഷയിലൂടെ വചനബോധ്യങ്ങളിലൂടെ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ കൃപാസന മാതാവെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനെ ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈല ടോജു, ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ടോജു ജയനെല്ലിശ്ശേരി, മകൻ സ്നേജോ ടോജു. ഞാൻ 2019 കൃപാസനത്തെക്കുറിച്ചിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ള മുണ്ടൂർ ഇടഭാഗമാണ് ഞാൻ. 2019 ആലപ്പുഴയിൽ വന്നപ്പോൾ എനിക്കൊരു കൃപാസന പത്രം കിട്ടുകയുണ്ടായി. ആ കൃപാസന പത്രം ഞാൻ 2023 വരെ വളരെയധികം സൂക്ഷിച്ചു വെച്ചു. 2023 മകനെ പ്ലേസ്മെൻറ്റിലൂടെ നല്ലൊരു ജോലി കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മകൻ പറഞ്ഞിട്ട് ഞാനും മകനും കൂടി ഹസ്ബൻഡും കൂടിയിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു.
ആദ്യം ഉടമ്പടി എടുത്തത് മകനായിരുന്നു. അതിനുശേഷം ഞാനും ഉടമ്പടി എടുത്തു. 2023 ഉടമ്പടി എടുത്തെങ്കിലും പെട്ടെന്ന് എൻ്റെ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പുതിയ ഉടമ്പടി എടുക്കുകയുണ്ടായി. എനിക്ക് വളരെയധികം വിഷമമായിരുന്നു. കാശുരൂപം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട കാശുരൂപം തിരിച്ചു കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു. പക്ഷേ ഞാൻ പുതിയ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഈ ഉടമ്പടി പത്രത്തിൽ 2 മാതാവിൻ്റെ ചട്ടയോട് കൂടിയുള്ള ഒരു ബുക്കായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അതോടുകൂടി എനിക്ക് ആ വിഷമം മാറിക്കിട്ടി. 2023 തന്നെ മകനെ പ്ലേസ്മെൻറ്റിൽ കൂടെ ഫെഡറൽ ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് അവന് ജോലി ലഭിക്കുകയുണ്ടായി. അത് അവൻ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ഇനി കിട്ടിയ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഇനി കിട്ടിയത് 12 വർഷമായി എൻ്റെ അമ്മയ്ക്ക് വിൽപത്രം എഴുതാൻ ആഗ്രഹിച്ചിട്ട്, പക്ഷേ പലവിധ കാരണത്താലും അമ്മയ്ക്ക് അത് എഴുതാൻ സാധിച്ചിരുന്നില്ല. കുറേയധികം പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾ കുടുംബമടക്കം പ്രാർത്ഥിച്ചിരുന്നു. വളരെ ഇഷ്യൂ ഉണ്ടാവുന്ന കാര്യമാണ് ഭാവിയിൽ അത്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ഇത് വളരെ അധികം പ്രശ്നമുള്ള കാര്യമായിരുന്നു. കാരണം ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇടപെട്ട ഒരു പ്രശ്നമായി മാറി. അതിൻ്റെ സൊല്യൂഷൻ മാതാവ് തന്നെ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് മാതാവിനോട് പറയും, എങ്ങനെയെങ്കിലും അമ്മ ഒറ്റയ്ക്കാണുള്ളത്, അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് ഈ വിൽപത്രം എഴുതാനുള്ള ധൈര്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ തന്നെ ഓഗസ്റ്റ് 23, 2024 വിൽപത്രം എഴുതി. അമ്മയ്ക്ക് ധൈര്യം കിട്ടിയതിനെ ഓർത്തുകൊണ്ട് ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ 12 ഉടമ്പടി പുതുക്കാൻ വരുന്ന ദിവസമായിരുന്നു. ജൂൺ 11 ജോലി കഴിഞ്ഞിട്ട് ആൾ സ്കൂട്ടർമ വരികയായിരുന്നു. രാത്രി 7:30 സമയമാണ്. അയ്യന്തോൾ പുഴക്കൽ പാടം പൊതുവെ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കും പുറമെയുള്ളവർക്കും അറിയാവുന്നതാണ്. റോഡിൽ കുറേ റോഡപകടങ്ങളുള്ള സ്ഥലം, അതുപോലെ വാഹനങ്ങൾ കൂടുതലുള്ള സ്ഥലം, എപ്പോഴും പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. ആ സമയത്ത് ആൾ സ്കൂട്ടറുമ്പോൾ വരുമ്പോൾ ആളുടെ സ്കൂട്ടറിൻ്റെ ബാക്കിലുള്ള വീല് തെറിച്ച് വീഴുകയും അപ്പോൾ തന്നെ ആൾ റോട്ടിലേക്ക് മറിഞ്ഞു വീഴുകയും ഉണ്ടായി. ഒരു ദൈവദൂതനെ പോലെ ഒരു വ്യക്തി വന്ന് ഹസ്ബൻഡിനെ ഏൽപ്പിച്ച് നിർത്തി. പക്ഷേ യാതൊരു പോറൽ പോലും ആൾക്ക് സംഭവിച്ചില്ല. നമുക്കറിയാം, ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ മറിഞ്ഞു വീണാലുള്ള അവസ്ഥ എന്താണെന്നറിയാം. യാതൊരു അപകടമില്ലാതെ ആളേനെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അതുപോലെ തന്നെ അന്ന് തന്നെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോയി. വലിയൊരു സംരക്ഷണമായിരുന്നു ഈശോ അപ്പച്ചനിൽ നിന്നും അമ്മ മാതാവിൽ നിന്ന് ലഭിച്ചത്. ഈ സംരക്ഷണം ലഭിക്കാനുള്ള പ്രധാന കാരണം, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും നാവിൽ കുരിശ് വരയ്ക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാത്രമാണ് ഹസ്ബൻഡ് ജോലിക്ക് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സംരക്ഷണം ലഭിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ 3 പേരും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ സഹോദരനായിട്ട് 5 വർഷമായി പിണക്കത്തിലായിരുന്നു. ഞാനും എനിക്കെൻ്റെ ഒരു ചേച്ചിയും ഒരു അനിയനാണുള്ളത്. ഞങ്ങളെ കാണുമ്പോൾ അവൻ മുഖം തിരിച്ചു പോകാറാണ് പതിവ്. എന്നും പ്രാർത്ഥിക്കും ഞങ്ങൾ. അവൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അവൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഈശോ അപ്പച്ചനോടും അമ്മ മാതാവിനോടും പറഞ്ഞു, ഈശോ അപ്പച്ച, അമ്മ മാതാവേ, എനിക്ക് എൻ്റെ അനിയനായിട്ടുള്ള പിണക്കം മാറണം. സഹോദരനോടുള്ള രമ്യതയാണ് ഏറ്റവും വലുത് എന്ന് എനിക്കറിയാം. ഞങ്ങൾ പല പ്രാവശ്യവും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് സാധിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് അവൻ വന്ന സമയത്ത് കാണാൻ പോകാൻ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അവൻ ഗൾഫിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചതാണ്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് അവനെ കാണാൻ പോയി.
ആ പോകുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ ബലിയിൽ ഇത് പൂർണ്ണമായി സമർപ്പിച്ചു. അന്ന് കുമ്പസാരിച്ചു, അച്ഛനോട് കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മാതാവിനോടും പറഞ്ഞു, മാതാവേ, അവൻ ഇനി പോയി കഴിഞ്ഞാൽ ഒരാഴ്ച സമയമുള്ളൂ, അവൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇനി സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് അമ്മ മാതാവ് തന്നെ അതിനുള്ള അവസരം ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് അമ്മയോടൊന്നും പറയാതെ തന്നെ വീട്ടിലേക്ക് ചെന്നു. അത്ഭുതം എന്ന രീതിയിൽ ഞാനും ചേച്ചിയും ഹാളിൽ വന്നിരുന്നു. ഞങ്ങളെ കാണുമ്പോൾ നോക്കാതെ പോയിരുന്ന എൻ്റെ സഹോദരൻ ഞങ്ങളുടെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ എന്നെ ആദ്യം സംസാരിക്കാൻ തുടങ്ങിയത്, നമ്മൾ 3 പേരും വിശ്വാസികൾ, ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. 3 പേരും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്. 3 പേര് കൃപാസനത്തിൽ വന്നവരാണ്. നമ്മൾ ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് അവനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഫ്രീ ആയിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ വാട്സപ്പിൽ കൂടെയും വീഡിയോ കോളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. അവൻ വളരെയധികം ഫ്രീ ആയി. അങ്ങനെ ഞങ്ങളുടെ ഇടയിലുള്ള പിണക്കം എൻ്റെ അമ്മമാതാവ് തന്നെ മാറ്റിത്തന്നു. അതിൽ ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളികളിലും അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്ററിലാണ് ഞാൻ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുള്ളത്. ഇതു മുമ്പ് ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയുള്ള കുട്ടികൾക്ക് കൃപാസന പത്രം കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ പ്രത്യക്ഷീണ പ്രാർത്ഥന അത് എഴുതി അതിൽ വിശ്വാസപ്രമാണം അതുപോലെ സ്വർഗസ്വനായ നന്മ നിറഞ്ഞ മറിയം ഒക്കെ എഴുതിയിട്ട് ആ കുട്ടികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ക്രിസ്ത്യൻ സ്ഥാപനമായാലും അക്രൈസ്തവരെ നല്ലപോലെ വരുന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവർക്കും വളരെയധികം അനുഗ്രഹങ്ങൾ ഈ കൃപാസന പത്രത്തിലൂടെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോയിരിക്കും. എന്നിട്ട് ആൾക്കാർ വരുമ്പോൾ അവരോടൊക്കെ എനിക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് മകൻ്റെ പ്ലേസ്മെൻറ്റ് മുഖാന്തരം അവൻ 22 വയസ്സിലാണ് ജോലിക്ക് കയറിയത്. അപ്പോൾ അത് ഞാൻ അവരോടൊക്കെ പറയും. ഒപ്പം തന്നെ ഇവൻ സാക്ഷ്യം പറഞ്ഞ വീഡിയോ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അതിൽ അവർക്ക് വിശ്വാസമായി. അതിനുശേഷം ഞാൻ പറയും, ഇനി അടുത്ത അനുഗ്രഹം നിങ്ങളോട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. ഈ വിൽപ്പത്രത്തിൻ്റെ കാര്യവും അതുപോലെ സഹോദരൻ പിണങ്ങിയ കാര്യമൊക്കെ കുറേ ആളുകൾക്കറിയാം. ഞാനിങ്ങനെ പറയാറുണ്ട്, ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് സാധിച്ചു തരും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് പോരാറുള്ളത്. അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് ഞാൻ കാശുരൂപവും അതുപോലെ പത്രം അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉടമ്പടി തേനും ഉപ്പും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്ന വ്യക്തികൾക്ക് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. ആരെയും നിരാശപ്പെടുത്താറില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും വലിയ തുകയാണെങ്കിൽ, ചിലപ്പോൾ കിഡ്നിയുടെ കംപ്ലൈൻ്റ് ഉള്ള വ്യക്തികളാവാം, അങ്ങനെ കേട്ട് യൂട്യൂബിൽ വരുന്ന കാര്യങ്ങളാവാം, ഹാർട്ട് പേഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ വീൽ ചെയർ ആവശ്യമുള്ളവരായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും ഒപ്പം തന്നെ എൻ്റെ മകനോടും പറഞ്ഞിട്ട് കുറച്ചുകൂടിയും അധികമായിട്ടുള്ള തുക അവരെ കൊണ്ട് ഞാൻ അയച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. അതുപോലെ തന്നെ അരമണിക്കൂറിലധികം കാലത്തും വൈകിട്ടും ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ടോക്കുകൾ നന്നായി കേൾക്കും, സാക്ഷ്യങ്ങളും കേൾക്കും, ഒപ്പം പണിയും എടുക്കും. അച്ഛൻ്റെ ടോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ എനിക്കൊരു തെറ്റുള്ളത് അത് തിരുത്തി. കാരണം ഞാൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരുന്നത് അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നായിരുന്നു.
ഞാൻ ചെറുപ്പം മുതലേ മകൻ വന്നപ്പോൾ മകനോടും പറഞ്ഞു, നമുക്ക് വേണ്ടത് അന്നൊന്ന് വേണ്ട ആഹാരമാണ് മകനെ, അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. പക്ഷേ അച്ഛൻ്റെ ടോക്കണിൽ നിന്ന് മനസ്സിലായി, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന്, അതിനാണ് ഏറ്റവും വെയിറ്റേജ് എന്ന് അച്ഛൻ പറഞ്ഞതോടെ എനിക്കത് പൂർണ്ണമായും മനസ്സിലായി. പിന്നെ സമ്പൂർണ്ണ ജപമാല ഞാൻ ചെല്ലും. ചിലപ്പോഴൊക്കെ മിക്കവാറും ഞാൻ നിയോഗം വെച്ചിട്ട് ആണ് സമ്പൂർണ്ണ ജപമാല ചെല്ലാറുള്ളത്. അതുപോലെ നിത്യജീവനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ആഴമേറിയിട്ടുള്ള അറിവ് ലഭിച്ചത്, നമുക്കിനി വേണ്ടത് നിത്യജീവനാണെന്ന് ഞാനിപ്പോഴും ഹസ്ബൻഡിനോടും മകനോടും പറയാറുണ്ട്. ഇവിടുത്തെ സന്തോഷത്തേക്കാളും ഉപരി നമുക്ക് നമ്മുടെ അവിടെ സ്വർഗത്തിലെത്തുന്നതായിരിക്കും, അത് നിത്യജീവനാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ആത്മീയ ജീവിതം. ഇത്രയും അനുഗ്രഹം തന്നിട്ടുള്ള, പിന്നെ എനിക്ക് സ്പർശിച്ചിട്ടുള്ള ബൈബിൾ വചനം എന്ന് പറഞ്ഞാൽ 1 തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5, 16, 17, 18 വാക്യങ്ങൾ. സദാ സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാത്തിനും കുറിച്ച് നന്ദി പറയുക എന്നതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഒപ്പം ഞാൻ വേറൊരു പ്രാർത്ഥനയും ഉണ്ട്, മിക്ക 7:7. അതിൽ പറയുന്നത് നിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ 2 കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പൊതുവെ ചെയ്യാറുള്ളൊരു കാര്യമാണ്, എൻ്റെ പ്രത്യേകിച്ച് മകനോട് ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ ചെയ്ത് അവസാനിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹല്ലേലൂയ ആവേ മരിയ പറയണം. ഹല്ലേലൂയ ഈശോയ്ക്കും ആവേ മരിയ അമ്മ മാതാവിനും. ഒപ്പം ഞാൻ എൻ്റെ ഔസേപിതാവിനും വിളിക്കാറുണ്ട്, കാരണം എൻ്റെ മകൻ്റെ നാമധേയം ഔസേപിതാവാണ്. അവസാനം ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അപ്പം എപ്പോഴെങ്കിലും അത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് ഹല്ലേലൂയ ആവേ മരിയ പറയുമ്പോൾ ഒപ്പം തന്നെ അവനും അത് തിരിച്ചു പറയണം. പറഞ്ഞില്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, വിളിക്കും. അപ്പോൾ അവനത് അറിയാം, ഹല്ലേലൂയ ആവേ മരിയ പറയാം. ഒരിക്കൽ കൂടി ഞാൻ ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും എൻ്റെ ഔസേപിതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വചനമാണ് നാം കേട്ടത്. ദൈവം നമ്മുടെ രക്ഷകനും കാത്തു പരിപാലിക്കുന്നവനുമാണ്. അതിനാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി നമുക്ക് ഒരു വലിയ ധൈര്യമാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് ഷൈല ടോജോ എന്ന മകളും കുടുംബവും നമ്മുടെ മുന്നിൽ ഷെയർ ചെയ്തത്, സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യമായി ഉടമ്പടി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ മകനാണ് ഉടമ്പടി എടുത്തത്. അവൻ പ്രാർത്ഥിച്ചു, അവൻ സാക്ഷ്യം പറഞ്ഞു. പിന്നീട് അച്ഛനും അമ്മയും കൂടി ഒന്നിച്ചെടുത്ത്. അവർക്കൊരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നത് 12 വർഷമായിട്ട് കിടന്നിരുന്ന വിൽപത്രമായിരുന്നു ഭാഗോടമ്പടി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഉടമ്പടി എടുത്ത ഉടനെ ഇവർക്ക് ആ കാര്യം സാധിച്ചു കൊടുത്തു. പിന്നീട് നമ്മളോട് ഷെയർ ചെയ്തത് മാതാവിൻ്റെ ഒരു വലിയ സംരക്ഷണത്തെ പറ്റിയാണ്. സ്കൂട്ടറിൻ്റെ വീല് തെറിച്ചു പോകുമ്പോഴും ഈ മകനെ താങ്ങി നിർത്തി സംരക്ഷിച്ചത് ഈശോയും അമ്മയും കൂടിയാണ്. ആ മകൾ പറഞ്ഞത്, ഉടമ്പടി തൈലം എന്നും തേച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഈ മക്കൾ എപ്പോഴും വീട്ടിൽ നിന്നിറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉടമ്പടി മക്കളുടെ കൂടെയായിരിക്കും. ഈശോ അവരെ കൈപിടിച്ച് നടത്തുന്നതാണ് ഉടമ്പടി മക്കളുടെ ജീവിത സാക്ഷ്യം. പിന്നീട് ഒരു വലിയൊരു കാര്യമാണ് സഹോദരനുമായി രമ്യപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത്. 5 വർഷം നീണ്ടു നിന്ന പിണക്കമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മക്കൾക്ക് ഒന്നിച്ചു ചേരുവാൻ സാധിച്ചത്. കുമ്പസാരിച്ച് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച്
ഈ 2 മക്കളും സഹോദരിമാരും അനിയനെ കാണാൻ പോയി. ഈ മക്കളെല്ലാവരും അമ്മയെ അടുത്തറിഞ്ഞവരാണ്, കൃപാസന അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചവരാണ്. അതുകൊണ്ടാണ് ഇവർ 2 പേര് പോയപ്പോഴും അനിയൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രതികരണമായിരുന്നു. പോസിറ്റീവായിട്ട് ആങ്ങളെയും ഒരു കാത്തിരുന്ന ഒരു സഹോദരനെ പോലെയാണ് അവൻ ഈ സഹോദരിമാരെ സ്വീകരിച്ചത്. കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു പോയപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഈശോയും അമ്മയും ഇവർക്കൊരു ശക്തി നൽകി, ബലം നൽകി ഒരാദ്യത്തെ സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഇവരെ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മളെപ്പോഴും പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതം നിബന്ധനകൾ ആത്മാർത്ഥമായി പാലിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് രമ്യപ്പെടാൻ ഈശോയും അമ്മയും നല്ലൊരു ചാൻസാണ്, അവസരമാണ് നൽകുന്നത്. അവർ പറഞ്ഞതുപോലെ ഒരു വാക്കാണ് ഈ മകൾ ഉപയോഗിച്ചത്, കിട്ടേണ്ട അനുഗ്രഹം നഷ്ടപ്പെടുത്താതെ നോക്കണമല്ലോ എന്ന്. ഈ 3 പേരും അങ്ങനെയാണ് പറഞ്ഞത്. കിട്ടേണ്ട അനുഗ്രഹം ബ്ലോക്ക് ചെയ്യുന്നതാണ് മറ്റുള്ളവരുമായിട്ട് പിണക്കത്തിലായിരിക്കുമ്പോൾ. ഈ രമ്യപ്പെടുമ്പോൾ നമ്മുടെ അനുഗ്രഹം ഡബിളായി അമ്മയും ഈശോയും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഈ മക്കൾക്ക് നല്ല വിശ്വാസമുണ്ട്. പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ മകള് മറ്റുള്ളവരോട് ഈശോയെ പറ്റിയും മാതാവിനെ പറ്റി സാക്ഷ്യം പറഞ്ഞത്. ജോലിക്ക് നേരത്തെ പോയി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവരോടും സ്നേഹത്തോടെ കൈമാറാനും ഇവർ മറന്നില്ല. ആദ്യം മറ്റെല്ലാവരും പ്രാർത്ഥിച്ച പോലെ ഭൗതികമായിട്ട് ഇവരുടെ സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള ജീവിതം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ അമ്മ മകനെ പഠിപ്പിച്ചത് അതുപോലെയാണ്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമ്മളിൽ പലരും ഭൗതികമായിട്ടുള്ള കാര്യം നേട്ടത്തിനാവാം ഒരുപക്ഷെ ഇവിടെ കടന്നു വന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു വലിയൊരു മാറ്റമാണ്. ഈ മകൾ തന്നെ പറഞ്ഞു, ഞാനൊരു തെറ്റ് തിരുത്തിയെന്ന്. അത് ഈശോയും അമ്മയും ചേർന്ന് കൊടുത്ത ഒരു വലിയൊരു ചേഞ്ചാണ്. അതായത് അന്നു വേണ്ട ആഹാരത്തിൽ നിന്ന് നിത്യജീവനിലേക്ക്, പ്രലോഭനത്തെ ഉൾപ്പെടുത്താതെ ഞങ്ങൾക്ക് നിത്യജീവനിലേക്ക് ഒരു വളർച്ച, അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറി അവിടെ നിത്യജീവനിൽ ആത്മീയ ജീവിതത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നമുക്കും ഉടമ്പടി ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ ജീവിക്കുമ്പോൾ ആത്മീയതയിൽ കൂടുതൽ വളരുവാനും ഈശോയുടെ അമ്മയോടും കൂടുതൽ അടുത്ത് അവരുടെ സാന്നിധ്യം മനസ്സിലാക്കി നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കട്ടെ എന്നും നമുക്കും പ്രാർത്ഥിക്കാം. ഈ മക്കൾക്കും കുടുംബത്തിനും നൽകിയ ഈശോയും അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെബ. ഞാൻ ഇപ്പോൾ UAE നിന്നാണ് വരുന്നത്. സ്ഥലം പാവറട്ടി, തൃശ്ശൂർ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 8-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാറുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പുതുക്കാനായിട്ട് വരാൻ സാധിച്ചിരുന്നില്ല. ആ ഇടയ്ക്ക് എൻ്റെ ജോലിയിലുണ്ടായ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും പുതുക്കാനായി വന്നത്. 2025 ഏപ്രിൽ മാസമാണ് ഞാൻ ഇവിടെ പുതുക്കാനായി വന്നത്. ഞാൻ നാട്ടിൽ 6 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടീച്ചറാണ്. ഞാൻ സ്പെഷ്യലി ഡിസേബിൾഡായ കുട്ടികളെ പഠിപ്പിക്കുന്ന പ്രൊഫഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 6 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച പോലെ കുട്ടികൾക്ക് വേണ്ടിയൊന്നും ചെയ്യാനോ എൻ്റെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ട്രെസ്സും ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അങ്ങനെ ഞാൻ ഈ ജോലി ഇവിടെ നിന്ന് മാറി പുറത്തേക്ക് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹമായിട്ടാണ് ഇവിടേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത്. ഞാൻ BEd കഴിഞ്ഞിട്ട് 8 വർഷമായെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പുറത്ത് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ദുബായിലേക്ക് പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാനായി ഏപ്രിൽ വന്നു. ഉടമ്പടി പുതുക്കി തിരിച്ചു പോയതിനു ശേഷം ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഡേറ്റ് 8 എന്ന ഡേറ്റിൽ തന്നെ പിറ്റേ മാസം മെയ് മാസം 8-ാം തീയതി എനിക്ക് ദുബായിൽ പോകാനായിട്ടുള്ള വിസിറ്റിംഗ് വിസയും ടിക്കറ്റും എടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ അങ്ങനെ അവിടേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷവും ഞാൻ 3 മാസവും അവിടെ ഓഗസ്റ്റിൽ സ്കൂൾ പൂട്ടുന്നതിന് മുൻപായിട്ട് എവിടെയെങ്കിലും ജോലി ശരിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അങ്ങനെ കൃത്യമായിട്ട് അവിടെയും പോയിട്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂവിനെല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടും എനിക്ക് ജോലിയിലൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് പോയിരുന്നതെല്ലാം ഇന്ത്യൻ സ്കൂളുകളിലായിരുന്നു കൂടുതൽ ഇൻ്റർവ്യൂ കിട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഞാൻ നന്നായിട്ട് പഠിച്ചും അതുപോലെ ഡെമോ ക്ലാസ് എടുത്തും ഒക്കെ ചെയ്തിട്ടും എനിക്ക് അവസാനമാകുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ജോലി കിട്ടാതെ വരുന്നൊരവസ്ഥയായി. ഞാൻ ആഗ്രഹിച്ച ആൾക്കാരെ ഇന്നൊന്നും എനിക്കൊന്നും ഒരു സഹായം അവിടെ നിന്ന് ലഭിച്ചില്ല. ഞാൻ അങ്ങനെ ആകെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാരണം ഞാൻ വളരെ വിഷമത്തിലായി. 3 മാസം കഴിയാറായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും എനിക്ക് തീരെ വിസ പുതുക്കണം, നാട്ടിലേക്ക് തിരിച്ച് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ജോലി ശരിയാകുന്നില്ല. അങ്ങനെ ഞാൻ ഈ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം അവിടെ ഓൺലൈനിൽ മുടങ്ങാതെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ
ഒരു ചൊവ്വാഴ്ച ഞാൻ വളരെ സങ്കടപ്പെട്ട് ഞാൻ കരയുന്നുണ്ടെങ്കിലും സൗണ്ട് പുറത്ത് വരുന്നില്ലെങ്കിൽ ഞാൻ അലറിയാണ് ഞാൻ കരയുന്നത്. അത്രയും വിഷമത്തിൽ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു തീരുമാനം നീ ഇന്ന് തരണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞു. അന്ന് ഞാൻ ആ ചൊവ്വാഴ്ച അന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മുൻപ് CV കൊടുത്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അവളെന്നോട് പറഞ്ഞു, നിനക്ക് ജോലി സ്ഥലത്ത് നിൻ്റെ CV ഞാൻ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ നിന്നെ അവർ വിളിക്കും, നീ അതിൻ്റെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രതീക്ഷിക്കാതെ തന്നെ അവർ ആ സ്കൂളിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ അതുവരെ ഇൻ്റർവ്യൂവിന് പോയതെല്ലാം ദുബായിലായിരുന്നു, അബുദാബിക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ വിളിച്ച സ്കൂൾ അബുദാബിയിലായിരുന്നു. മാത്രമല്ല അതൊരു ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളായിരുന്നു. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷെ ഞാൻ ആഗ്രഹിക്കാതെയാണ് എനിക്ക് ആ കോൾ അവിടെ നിന്ന് വന്നത്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും എനിക്ക് അറിയില്ല ഞാൻ ആദ്യം അവിടേക്ക് പോകുന്നെങ്കിലും എനിക്ക് അവിടെ ആരും പരിചയമില്ലെങ്കിലും ഞാൻ പോകുന്ന സമയത്തെല്ലാം മാതാവ് ഉടമ്പടി എടുത്ത പല വ്യക്തികളെയും പരിചയപ്പെട്ട് എനിക്ക് പോകാനും വരാനൊക്കെ സൗകര്യം ഒരുക്കി തന്നു. ഞാൻ അവിടെ എത്തി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കയറുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇത് ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളാണ്, നല്ല ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളെ, എനിക്ക് അത്ര വലിയ ലാംഗ്വേജ് ഫ്ലുവൻസി സ്പീക്കിങ്ങിലില്ല. പക്ഷേ എന്നാലും ഞാൻ അതിന് മുൻപായിട്ട് ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് സ്കൂളിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ ഉടമ്പടി തേൻ കഴിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് മുൻപ് ഹാളിൽ കയറിയത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് അതിനെല്ലാം ആൻസേഴ്സ് പറയാൻ സാധിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അവസാനം ഞാൻ പറഞ്ഞിരുന്നു, മാതാവ് എനിക്ക് ഏത് ജോലിയാണ് കിട്ടുന്നത്, ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയ ഡ്രസ്സ് ഇട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞ മാതാവിനോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നീ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നത് മാതാവിന് മുമ്പിൽ. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. പക്ഷേ അവരെന്നോട് പറഞ്ഞു, നീ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, കാരണം അവിടെ ADEK എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടിയാലാണ് ജോലിക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്, ചിലപ്പോൾ കിട്ടില്ലാതിരിക്കാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യ്, അവരറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മുൻപുള്ള ഒരു ടീച്ചർ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്തിട്ടും ഈ അപ്രൂവൽ കിട്ടാത്ത കാരണം കൊണ്ട് ആൾ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ ഇത് കിട്ടുമോ എന്നൊരു സംശയത്തിലായി വീണ്ടും. പക്ഷേ എന്നാലും വീട്ടിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പറഞ്ഞു, മാതാവേ എനിക്കിത് നടത്തി തരണമെന്ന് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കൊരു ഞാൻ സെപ്റ്റംബർ 8-ാം തീയതി അങ്ങനെ ഡേറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് അന്ന് കിട്ടിയില്ല. സെപ്റ്റംബർ 18-ാം തീയതി എനിക്ക് ADEKൻ്റെ അപ്രൂവൽ കിട്ടി, എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ ഒട്ടും വിചാരിക്കാതെ ഞാൻ ആഗ്രഹിച്ച പോലെ ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പ്രൊഫഷനിൽ ഒരു സെൻറ്റ് ടീച്ചറായിട്ട് ഞാൻ ആഗ്രഹിച്ച സാലറിയിൽ മാതാവ് എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. അതൊരിക്കലും എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രം കിട്ടിയൊരു ജോലിയാണ്. അതുപോലെ ഞാൻ ഈ 3 മാസത്തിലെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഞാൻ തനിച്ചാണ്. എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് സഹനങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് ഉടമ്പടിയിലെടുത്തതും മാതാവിനോട് എടുത്തതും ഈ സമയത്താണ്. എനിക്ക് അങ്ങനെ ഉടമ്പടി പത്രവും കാശുരവും മാത്രമാണ് അവിടെ ആശ്രയം ഉണ്ടായിരുന്നത്. എനിക്ക് ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ചെറിയൊരു പേപ്പറിൽ എഴുതിയിട്ട് ഞാനത് ഉടമ്പടി പത്രത്തിനുള്ളിൽ വെച്ചിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ പള്ളിയിൽ പോകാനായിട്ട് ഞാൻ ചില സമയത്തൊക്കെ നല്ല ചൂടാണ് അവിടെ, എനിക്ക് ചില സമയത്ത് പുറത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരുപാട് ദൂരം നടന്നിട്ടായാലും ഞാൻ കുർബാന മുടക്കാറില്ല. ആത്മീയമായിട്ട് ഒരുപാട് ഒരുങ്ങി കുർബാന സ്വീകരിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും സാധിച്ചു. അതിനിടയിൽ എനിക്ക് ഓഫർ ലെറ്റർ വരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായത്, ഞാൻ അവിടെയാണെങ്കിലും കൃത്യമായിട്ട് 5:30 എഴുന്നേറ്റ് ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡെയിലി ബ്രെഡ് എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് അച്ഛൻ ഒരു ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ദിവസത്തിനുള്ളിൽ വിസ പ്രശ്നം മാറി ജോലി കിട്ടുന്ന ഒരു സന്ദേശം പറഞ്ഞപ്പോൾ ഞാനത് എനിക്ക് ആയിരിക്കും വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ എനിക്ക് ആ ദിവസത്തിനുള്ളിൽ തന്നെ ജോലിയുടെ കാര്യം ശരിയായതു. അതേപോലെ 5:30 ഇതുപോലെ ഞാൻ എല്ലാ പ്രയറും ചെയ്യുമ്പോഴും എൻ്റെ റൂംമേറ്റ്സ് പറയുമായിരുന്നു, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിനക്കിത് കിട്ടില്ല, നീ അവരോട് വേറൊരു കാര്യം ചെയ്യാനായിട്ട് വേറൊരു ആരാധനയുടെ കാര്യം പറഞ്ഞു, നീ അതുപോലെ ചെയ്ത് എനിക്ക് ജോലി കിട്ടുന്ന അവരെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചത് എൻ്റെ മുൻപിലാണ്, എന്നെ നാണം കെടുത്തരുത്. അവരെന്നോട് പറഞ്ഞത് വെള്ളിയാഴ്ച സ്ഥലത്ത് പോകാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് എനിക്കൊരു ഉത്തരം നീ തരണം, അതിന് മുൻപ് നീ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ തരണം എന്ന് പറഞ്ഞു. അതേപോലെ ആ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് ആഴ്ചയിൽ ബുധനാഴ്ച എനിക്ക് മാതാവ് എൻ്റെ ഓഫർ ലെറ്റർ തന്നു ജോയിൻ ചെയ്യാനായിട്ട്. എനിക്ക് ജോയിൻ ചെയ്യാൻ സെപ്റ്റംബർ 18-ാം തീയതി സാധിച്ചു. അതേപോലെ തന്നെ എൻ്റെ ആത്മീയ മേഖലയിൽ ഒരുപാട് ഉന്നതി ഉണ്ടായ പോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫീൽഡായതുകൊണ്ട് എനിക്ക് കുട്ടികളെ അറിയാൻ സാധിക്കുമായിരുന്നു. പല ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എനിക്കറിയാം, ഡിസേബിളായ കുട്ടികളായാലും പല പ്രശ്നമുള്ള സാമ്പത്തിക കുട്ടികൾ ഒക്കെ എനിക്കറിയാമായിരുന്നു. ഞാൻ അവരെ കണ്ടെത്തി അവർക്ക് എന്നെക്കൊണ്ടാവുന്ന പോലെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും കൊടുക്കാറുണ്ടായിരുന്നു. അതേപോലെ അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ പത്രം വാങ്ങിയ പൊതുസ്ഥലങ്ങളിലെല്ലാം വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ദുബായിൽ പോയതിനു ശേഷം എനിക്ക് പുറമേ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ
എനിക്കറിയുന്ന ആൾക്കാർ റൂംമേറ്റ്സിലൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെന്നെ പറ്റുന്ന പോലെ ഭക്ഷണം കൊടുത്തൊക്കെ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാനൊരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി. ഞാൻ അതിൽ മാതാവിൻ്റെ ഒരു സാക്ഷ്യങ്ങളും ഇവിടെ വരുന്ന കാര്യങ്ങളെല്ലാം ഞാനൊരു അക്കൗണ്ട് വഴിയായിട്ട് കറക്റ്റായിട്ട് അതിൽ പോസ്റ്റ് ഇട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ ജോലി കിട്ടി കഴിഞ്ഞാൽ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ എത്ര ബുദ്ധിമുട്ടായാലും ഞാൻ വന്ന് ഇവിടെ ഡിസംബറിൽ സാക്ഷ്യം പറയാൻ ഞാൻ വരുന്നു പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളായതുകൊണ്ട് എനിക്ക് വരാൻ ഈ സമയത്ത് ടിക്കറ്റ് ഭയങ്കര റേറ്റാണ്, വരാൻ പറ്റില്ലാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ ജൂണിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എനിക്ക് PCOD അസുഖം മുൻപുണ്ടായിരുന്നു. അത് ഇവിടുത്തെ തേൻ ഉപയോഗിച്ച് മാറിയതായിരുന്നു. പക്ഷേ എനിക്ക് ആ മാസം അറിയാതെ പെട്ടെന്ന് വീണ്ടും ബ്ലീഡിങ് കൂടി നിൽക്കാത്ത അവസ്ഥ. ഞാൻ അവിടെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ടും എനിക്ക് കുറയുന്നില്ല. നാട്ടിൽ വന്നേ പറ്റുന്നൊരവസ്ഥയിലായി. ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, നീ എനിക്ക് ഈ അസുഖം മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം എനിക്ക് ആ അസുഖം പൂർണ്ണമായിട്ട് നിന്നു. അതുപോലെ ഇങ്ങോട്ട് വരുന്ന യാത്രയും ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ സാലറിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വരാനായിട്ട് ഒരു ജോലി തന്ന മാതാവിനെ ഒരുക്കി. ഞാൻ ഓഗസ്റ്റ് മാസമൊക്കെ അവസാനമാകുമ്പോൾ ഞാൻ ജോലി കിട്ടാതെ എന്താവസ്ഥയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇരുന്നിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഒരു ജോലി കിട്ടിയെന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിന് മുമ്പിൽ നിർത്തിയത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 17-ാം തിരുവചനം. കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം, അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. സഭയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. സഭയ്ക്ക് ആദ്യം തന്നെ ഉടമ്പടി എടുത്തപ്പോൾ കൃത്യമായി പാലിക്കാൻ സാധിക്കാതിരുന്നുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലായിരുന്നു. വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയോടും ഈശോയോടും വളരെ ഉറപ്പായി ഒരു നല്ല തീരുമാനം പരിശുദ്ധ അമ്മയെ അറിയിച്ചുകൊണ്ടാണ് ഇവിടുന്ന് സെബ ദുബായിലേക്ക് പോയത്. അവിടേക്ക് വിസ കിട്ടിപ്പോയിട്ടും എന്തെല്ലാം പരിശ്രമിച്ചിട്ടും സെബയ്ക്ക് അവിടെ ജോലി കിട്ടുന്നില്ലായിരുന്നു. സെബ വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും തൻ്റെ എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിക്കുകയും ചെയ്തപ്പോൾ സെബ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വാഗ്ദാനം നൽകി. ഞാൻ ഏത് ഡ്രസ്സിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നുവോ ആ ഡ്രസ്സിൽ തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും. സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഈശോയ്ക്ക് തോന്നി തുടങ്ങുമ്പോൾ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമുക്ക് വേണ്ടിയുള്ള ഒരു ദേശത്തിൻ്റെ നിയമം പോലും ഈശോ മാറ്റുന്നതായിട്ടാണ് ഈ സാക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നത്. UK-യിലുണ്ടായ ബ്രിട്ടൻ സ്കൂളിലെ ഒരു വലിയ നിയമം തന്നെ മാറ്റുകയായിരുന്നു. അവിടെ സ്കൂൾ ടീച്ചറിനെ അപ്പോയിൻ്റ് ചെയ്യണമെന്നുള്ളത് ആ സ്കൂളിൻ്റെ ഒരു നിയമമായി വന്നപ്പോൾ ഈ മകൾക്ക് ആ ഒരു നിയമം തന്നെ മാറ്റിക്കൊണ്ട് ഈ മകൾക്കൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്ത് ആ സ്കൂളിൽ ജോലി ലഭിക്കുകയായിരുന്നു. സെബ അവിടെ ചേരുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് ക്വാളിഫിക്കേഷൻ അപ്രൂവൽ അല്ലായിരുന്നു. അതുകൊണ്ട് ആ ടീച്ചറെ അവിടെ നിന്ന് ഒരു അറേബ്യൻ സൗദി ടീച്ചറെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. സഭയ്ക്ക് വേണ്ടി ഉടമ്പടി എടുത്തവരാരാണോ അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും എല്ലാം നിയമങ്ങൾ മാറ്റിത്തരുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. സഭയുടെ വാഗ്ദാനങ്ങളെല്ലാം കൃത്യമായി പാലിക്കുവാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടനെ സാക്ഷ്യം പറയണം, പരിശുദ്ധ അമ്മയെ കാണണം, ഈശോയെ ഒന്ന് ചുംബിക്കണമെന്നെല്ലാം വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഒരു കൃത്യസമയം വെറുതെ ഒരു PCOD പോലെ വെറുതെ ഒരു ബ്ലീഡിങ് അസുഖം നൽകി മകൾക്ക് ഇവിടേക്ക് തിരിച്ചു വരേണ്ടി വന്നു. എയർപോർട്ടിലെത്തിയതോടെ ടിക്കറ്റ് ബുക്ക് ചെയ്തതോടെ ഈ മകളുടെ എല്ലാ അസുഖങ്ങളും മാറി മകൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള വലിയൊരു അനുഗ്രഹവും സാധ്യതയും നൽകി ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നാണ് സഭയുടെ ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓരോ മക്കളും ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ അവൾ അൽത്താരയിൽ നിന്ന് പറയും, ഇനി എനിക്ക് ഈശോ ഇല്ലാതൊരു ജീവിതമില്ല, പരിശുദ്ധ അമ്മയാണ് എന്നെ ഈശോയിലേക്ക് വഴികാട്ടി നടത്തുന്നത്, ഞാൻ എപ്പോഴും ഉടമ്പടിയിലായിരിക്കുമെന്ന്. ഇന്ന് ലോകം മുഴുവനും 24 ഭാഷകളിലേക്ക് ഈ ഉടമ്പടിയുടെ പത്രം എത്തിച്ചേരുമ്പോൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും
ഈശോ എന്തൊക്കെ ചെയ്തു എന്ന് ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറിയ ചെറിയ സാക്ഷ്യങ്ങളിലൂടെ നമ്മുടെ വലിയ വലിയ പ്രേക്ഷിത ഈശോയുടെ നാമം മഹത്വപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കെപ്പോഴും നമ്മുടെ ദിവ്യബലിയിലും നാം ഈശോയെ സ്വീകരിക്കുമ്പോഴെല്ലാം ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. നമുക്ക് ഈശോയുടെ നാമം എപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ട് ലോകം മുഴുവനെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാനായി ജോലിയില്ലാത്ത മക്കളെയും വീടില്ലാത്ത മക്കളെയും പ്രവാസികളായി കഴിയുന്ന മക്കളെയും എല്ലാം എപ്പോഴും മാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ആൻഡ്രൂ ജോളി. ഞാൻ അങ്കാലിക്കടുത്ത് സെൻറ് ആനീസ് ചർച്ച് മറ്റൊരിടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 20 ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ ആൾക്കാരിൽ കയറ്റിയിരുത്ത ഈശോയ്ക്കും മാതാവിനും വളരെ നന്ദി പറയുന്നു. എല്ലാവരെ പോലെ തന്നെ എനിക്കും ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ എൻ്റെ ബിടെക് കംപ്ലീറ്റ് ആയതിനു ശേഷം എനിക്ക് നല്ലൊരു ജോലി എന്നുള്ളതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡിൽ എനിക്കൊരു ജോലി കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് നിയോഗം വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിമാൻഡ്സ് വെച്ച് മാതാവിൻ്റെ അടുത്ത്. ഒന്ന്, ഞാൻ പഠിച്ച ഫീൽഡായിരിക്കണം, പിന്നെ എനിക്ക് ഉടമ്പടിയിൽ നിലനിൽക്കണം. അങ്ങനെ ഞാൻ ഡിമാൻഡ്സ് വെച്ച് ഞാൻ നിയോഗം വെച്ച് ഒരു രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞ് മൂന്നാമത്തെ പുതുക്കലൊക്കെ ആയപ്പോഴേക്കും മാതാവ് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ജോലി എടുത്തു തന്ന്. എനിക്ക് അബുദാബിയിൽ അട്നോക്കിൽ റിഗിലാണ് എനിക്ക് ജോബ് മാതാവ് സെറ്റായി തന്നത്. അപ്പോൾ എനിക്ക് 2 മാസം വർക്ക് ചെയ്താൽ 1 മാസം നാട്ടിൽ വരാം. അങ്ങനെ നാട്ടിൽ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കാം, ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, തിരിച്ചു പോവാം. അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് സാലറി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചാളെ ഇപ്പോൾ മാതാവിനോട് പറഞ്ഞു, അതായത് കുറച്ചും കൂടി സാലറിയുള്ളൊരു ജോലി എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫ് ഷോർ വർക്ക് ചെയ്യുന്നത് കടലിൽ. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്താൻ പറ്റത്തില്ല. പിന്നെ ലീവിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലും വരും. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂസ് ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ കമ്പനീസിൽ ഡയറക്റ്റ് CV കൊടുത്ത്, പക്ഷെ ഒന്നും സെറ്റായില്ല അങ്ങോട്ട്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച് ഞാനത് വിട്ട്. പക്ഷേ മാതാവ് അത് വിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്ന് മാതാവായിട്ട് വന്ന കോളാണെന്നെനിക്ക് തോന്നുന്നു, അല്ലാതെ വേറെ വഴിയില്ല. കോള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻ്റർവ്യൂ നാളെ ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഓഫ് ഷോറാണ് വർക്ക് ചെയ്യണേ, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഓൺലൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഗുലർ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഓഫ് ഷോർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ക്യാമറ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഫോണിലെ ക്യാമറ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാമറ ഇല്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് കോളായിട്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കോളിൽ ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പറയാമെന്ന് പറഞ്ഞവർ നിർത്തി, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അത് വിട്ട് പിന്നെ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ച് ചെന്ന്. അപ്പോൾ പിന്നെ കേൾക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി അതൊരു US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അത് വേറൊരു കമ്പനിക്ക് വിറ്റെന്നാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എല്ലാം തീർന്നു. എന്നാലും ചെറിയൊരു വിശ്വാസം അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കമ്പനി തന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിറ്റേ ദിവസം അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. എനിക്ക് ആദ്യം കിട്ടിയിട്ടിരുന്നേക്കാളും ഒരു 2 മടങ്ങ് കൂടുതലൊരു നല്ലൊരു ഉള്ളൊരു ജോലി എന്ന മാതാവ് എന്നെ സഹായിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരു 2 മണിക്കൂറൊക്കെ. അപ്പോൾ എൻ്റെ കാലിന്, ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചിട്ട് എൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു പുട്ടിൽ വന്നിട്ടുണ്ടായി. അത് ഞാൻ 3 മാസം റെസ്റ്റൊക്കെ എടുത്ത് ഓക്കെ ആയി സെറ്റായിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. പക്ഷേ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വീണ്ടും പെയിനായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇത്രേ പറഞ്ഞോളൂ, ഇതെനിക്ക് മാതാവ് നേടിത്തന്ന ജോലിയാണ്, മാതാവ് എന്നെ നോക്കിക്കോളാൻ പറഞ്ഞു. കാര്യം അവിടെ മെഡിക്കുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. പക്ഷേ അത് റെക്കോർഡിക്കലി പ്രോബ്ലം ആവും. പിന്നെ എനിക്ക് എൻ്റെ ജോബിനെ എഫക്റ്റ് ചെയ്യും, എൻ്റെ ജോബ് നഷ്ടപ്പെടാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ തൈലം കാലുമ വരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് ജോലി എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് റെസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ജോലികളായി. പിന്നെ അത് കുഴപ്പമില്ലാതെ മാറി. പിന്നെ നാട്ടിൽ നിന്ന് ഉടമ്പടിയിൽ വെച്ച് പിന്നെ എനിക്കിപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നിന്ന് വർക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണമായിട്ട് മാറി കിട്ടി. പിന്നെ എന്ന് പറയാനായിട്ട് ഞാൻ ജോലിക്കും പഠിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് എനിക്കൊരു 6-7 ലക്ഷത്തിൽ കൂടുതൽ കടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടിയത് കഴിഞ്ഞ് ഒറ്റയടിക്ക് തന്നെ എൻ്റെ കടമെല്ലാം ഇല്ലാതായി പൂർണ്ണമായിട്ട് മാറി കിട്ടി എനിക്ക്.
പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തായിരുന്നു. പക്ഷെ അത് കുറേ പെൻഡിങ് ആയിരുന്നു, ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 10 വർഷമായിട്ടാണ് കിടക്കണമായിരുന്നത്. പക്ഷേ ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും അതെല്ലാം പൂർത്തിയായി. ഇപ്പോൾ പെയിൻറ്റിങ് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട്. അതിൽ ഞാൻ അത്ര വിശ്വസിച്ചിരുന്ന വ്യക്തിയല്ല. പക്ഷേ മാതാവ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയമാണ്, ബൈക്ക്, അപ്പം ഹെൽമെറ്റ് വെച്ചാൽ നമ്മൾ ഓടിക്കുക. ആ സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് ഒരു 2 മിനിറ്റ് കൂടുതൽ സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ നടക്കും. അതുപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ടും സ്വപ്നത്തിൽ കൂടെ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത് തന്നെ. എന്തെങ്കിലും സ്വപ്നത്തിൽ ഇങ്ങനെ മാതാവ് കാണിച്ചു തരും. പിറ്റേ ദിവസം ഞാനിങ്ങനെ ബൈബിളിൽ ഇരുന്ന് വായിക്കുന്ന ടൈമിൽ അതിൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും എന്താ മാതാവ് പറഞ്ഞതെന്നുള്ളത്. അങ്ങനെ 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞത് അതും സെപ്റ്റംബർ 8 തന്നെ എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ആയിട്ട് ചെയ്യാറെന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അപ്പോൾ അവിടെ പ്രായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പച്ചന്മാരവിടെ ചെല്ലും. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയ അത് ചെയ്യും. പിന്നെ ഭക്ഷണം കൊടുക്കാതെ സഹായിക്കും. പിന്നെ അവരെ കുളിപ്പിക്കും, അവരെ നഖം വെട്ടി കൊടുക്കും, മുടി വെട്ടും, അങ്ങനെ അവരെ അത്യാവശ്യം ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട് അവിടെ. പിന്നെ ഞാൻ റോഡ് സൈഡിലിരിക്കുന്ന പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ മോശമാണ്, അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഞാനൊരു 0.5% മാറ്റി വയ്ക്കും എല്ലാ മാസം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് കൊടുക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്. അപ്പോൾ അവിടുത്തെ പള്ളിയിലും കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം ഞാനത് ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു. 65-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ആൻഡോ ജോളി എന്ന മകൻ്റെ സാക്ഷ്യം വളരെ ആകർഷണീയമാണ്. കാരണം ആൻഡോ ജോളിയുടെ ഉടമ്പടി നിയോഗം നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാവരും ഉടമ്പടിയിൽ നിയോഗങ്ങൾ വയ്ക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ്. പക്ഷേ ആൻഡോയുടെ നിയോഗത്തിൽ ഉണ്ടായിരുന്നത് എനിക്ക് ജോലിയോടൊപ്പം ഉടമ്പടിയും ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ജോലിസ്ഥലമായിരിക്കണം, സാധ്യതയായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന കൂടി ആ നിയോഗത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ മനോഹരമാണ്. പരിശുദ്ധ അമ്മ ആ ജോലി ഈശോയിൽ നിന്ന് വാങ്ങി കൊടുക്കുമ്പോൾ ഈ മകനെ 2 മാസം ജോലി ചെയ്ത് 1 മാസം റിട്ടയർ, 1 മാസം വിശ്രമിക്കാനുള്ള ഒരു വലിയ സാധ്യതയും സഹായവുമാണ് പരിശുദ്ധ അമ്മ ഈ ഉടമ്പടിയിലൂടെ വെച്ച നിയോഗത്തിൽ ഈ മകന് കൊടുത്ത ജോലിയിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ മകനുണ്ടാകുന്ന സുഗന്ധാഭിഷേകം, പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സ്വപ്ന ദർശനങ്ങളും എല്ലാം ഈ മകനെ വളരെ ഇൻസെൻറ്റീവായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കാഷ്വലായി തോന്നാവുന്ന ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മകന് വളരെ വലിയ കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ഒരു സാക്ഷ്യം കൂടിയാണ്. ഞാൻ പരിശുദ്ധ അമ്മയോട് എത്രമാത്രം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ഒരുപാട് യുവാക്കളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മകൻ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും എന്തെല്ലാം എനിക്ക് ചെറിയ വേദനകൾ, ലിഗമെൻ്റ് പെയിനൊക്കെ ഉണ്ടായപ്പോഴും അതെൻ്റെ ജോലിയെ ബാധിക്കും എന്ന് പരിശുദ്ധ അമ്മ നേരത്തെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് തൈലം പൂശിക്കൊണ്ട് തന്നെ ആ രോഗത്തിൽ നിന്നുള്ള ഒരു വലിയ ഹീലിംഗ് മകന് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മയോട് നമുക്ക് വളരെ ഇൻറ്റിമസിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ എന്ത് തന്നെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കതെല്ലാം തരും. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എല്ലാം ഞാൻ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിത്തരുമെന്ന് ഈശോ നമ്മോട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഉടമ്പടി. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നാം എന്തെല്ലാം ഈശോയ്ക്ക് കൊടുക്കുന്നു അതിലിരട്ടിയായി ഈശോ നമുക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദാന പ്രാർത്ഥന പ്രക്രിയയാണിത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അടുക്കും ചിട്ടയും അച്ചടക്കവും എല്ലാം നമുക്ക് കാലക്രമേണ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്രിസ്തു കൈമാറ്റം നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയെ നമുക്ക് ആശ്ലേഷിക്കാം. ആൻഡോയ്ക്കുണ്ടായിട്ടുള്ള ഒരു വലിയ അനുഭവം അത് തന്നെയാണ്. പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഈശോയെ എപ്പോഴും കൃത്യമായി സ്വീകരിക്കുവാനും കൃത്യമായി കുമ്പസാരിക്കുവാനും വചനം വായിക്കുവാനും എപ്പോഴും വളരെ ആകസ്മികമായി നോക്കിക്കാണാതെ എല്ലാം ഈശോ എനിക്ക് നൽകുന്നതാണെന്നുള്ളൊരു വലിയ
നിശ്ചയദാർഢ്യത്തോടെ കൂടി മുന്നോട്ട് പോകാനുള്ള വലിയ കൃപയും മകൻ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉടമ്പടി ജീവിതം അങ്ങനെ ആയിരിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ജോലികളും നിയോഗങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും യുവാക്കളായിട്ടുള്ള എല്ലാ മക്കളെയും ഒറ്റപ്പെട്ട് കഴിയുന്നവരെല്ലാം നമുക്ക് നിയോഗത്തോട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ആൻറ്റോ ജോളിയുടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ് സണ്ണി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കല്ലേറ്റുംകരയിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെയുള്ളത് എൻ്റെ അപ്പച്ചൻ സണ്ണി വൈലിക്കോടത്ത്, അമ്മ അൽഫോൺസ സണ്ണി. ഇരിഞ്ഞാലക്കുട രൂപതയിലെ കല്ലേറ്റുംകര ഉണ്ണിമിശിഹ ഇടവകയിൽ നിന്ന് വരുന്നു. കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഇടവകയിലുള്ളവരൊക്കെ പറഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ വരാൻ സാധിച്ചത് 2025 ജൂലൈ മാസത്തിലാണ്. ഞാൻ ഇരിഞ്ഞാലക്കുട ഒരു കോളേജിലെ ഫിസിക്സ് സെൽഫ് ഫൈനാൻസിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് 2020 മുതൽ വർക്ക് ചെയ്ത് വരികയായിരുന്നു. അന്ന് മുതൽ PhD ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പല യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസുകളും ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഒന്നും സെലക്ട് ആയിരുന്നില്ല. അതിനുശേഷം ജൂലൈ മാസത്തിൽ 14-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. തുടർന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ 90 ദിവസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻട്രൻസ് എഴുതി നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള SRM യൂണിവേഴ്സിറ്റിയുടെ PhD എൻട്രൻസ് എഴുതി. അതിനുശേഷം അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ സഹായത്താൽ ഇൻ്റർവ്യൂ പാസ്സായി. ഈ വരുന്ന ജനുവരി 15-ന് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഓഫർ ലെറ്റർ വന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ എക്സാം എഴുതിയപ്പോൾ ഇവിടുത്തെ ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയിരുന്നത്. മുമ്പും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും പാസ്സായിട്ടുണ്ടെങ്കിലും പാസ്സാവാതിരുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും PhD അഡ്മിഷൻ ശരിയായിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ മാസത്തിൽ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ നമ്മുടെ ഉടമ്പടി വസ്തുവായ ഉപ്പ്, വെഞ്ചരിച്ച് ഉപ്പ് കൊണ്ടുപോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചു. ഇത് ഈശോയുടെ ഹിതമാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ടൈം ഷോർട്ടൺ ചെയ്ത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഇത് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് പറഞ്ഞു. ഇത് ഈശോയുടെ ഹിതമല്ലെങ്കിൽ മറ്റൊരു വഴി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയാൽ സഹായത്താൽ 5 വർഷമായിട്ട് 2020 മുതൽ ശ്രമിച്ചു കൊണ്ടിരുന്നിട്ട് ശരിയാവാതിരുന്ന അഡ്മിഷൻ ഈ ഒരു 90 ദിവസത്തിൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. PhD ചെയ്യാനും ഉള്ള അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചു. ജനുവരി 15-ന് ഇപ്പോൾ ജോലി ചെയ്യുന്ന കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത് അമരാവതിയിലുള്ള SRM യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. മറ്റൊരു ഉടമ്പടി സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചന് 5 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. ഇവിടെയുള്ള ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന അഖണ്ഡ ജപമാല റാലിയിലേക്ക് വരാമെന്ന് തീരുമാനിച്ച അപ്പോൾ തന്നെ അപ്പച്ചന് പുതിയൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. അഖണ്ഡ ജപമാല റാലിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഡിസംബർ 7-ാം തീയതി വന്ന് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അമ്മയോട് പറഞ്ഞ് ഇതിങ്ങനെ ചെയ്യാണ്, ഇത് ദൈവഹിതമാണെങ്കിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ കുർബാനയിൽ കുറച്ചും കൂടിയും നന്നായി പങ്കെടുക്കുവാനും കുടുംബ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഉടമ്പടി നിബന്ധനകളായ രോഗി സന്ദർശനം, മറ്റുള്ളവരെ സഹായിക്കുന്നതും ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. ഉടമ്പടിയിലൂടെ ആത്മീയമായിട്ട് കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു. ആത്മീയ ജീവിതത്തിനൊരു കുറച്ചും കൂടിയും കൂടിയ ഒരു ടൈം ടേബിൾ, ഒരു ക്രമം വരുന്നതായിട്ട് മനസ്സിലായി. നമ്മുടെ രാവിലെ 5:30-ക്കുള്ള ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുകയും വിശുദ്ധ കുർബാനയിൽ കുറച്ചും കൂടിയും കൂടുതൽ തീഷ്ണതയോടെ പങ്കെടുക്കാനും ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും രോഗികളെ സന്ദർശിക്കാനും ഒക്കെ ഈ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ കൂടുതൽ പങ്കെടുക്കുവാനും സാധിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ കൃപാസനം പ്രസാദപരനാഥയിലൂടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കുടുംബം ഒന്നിച്ച് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000
കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. സങ്കീർത്തനം 71:16-17. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തിയുടെ ഒരു സാക്ഷ്യമായിട്ടാണ് ജോസ് സണ്ണി എന്ന മകനും കുടുംബവും നമ്മളുടെ സമീപത്ത് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് നിൽക്കുന്നത്. സ്വന്തം ശക്തിയിലോ കഴിവിലോ അല്ല, ദൈവത്തിൻ്റെ ശക്തിയിലും നീതിയിലുമാണ് നാം ജീവിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാറ്റിൻ്റെയും പിന്നിൽ ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കരം ഉണ്ട് എന്ന് ഉറക്കെ പറയുന്നതാണ് ഉടമ്പടി സാക്ഷ്യം. അത് പറയുവാനും മറ്റുള്ളവരെ അറിയിക്കാനും ലോകത്തോട് ഷെയർ ചെയ്യാനുമാണ് ഈ മക്കൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ചെറുപ്പകാലം മുതലേ ക്രിസ്തീയ ജീവിതത്തിൽ പഠിപ്പിക്കുകയും മക്കളെ നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കുടുംബമാണ്. പ്രാർത്ഥനയിൽ ജീവിച്ച ഒരു കുടുംബം. അച്ഛനും അമ്മയും മക്കളും ചേർന്ന് പ്രാർത്ഥിച്ച് എല്ലാ കാര്യത്തിനും ഈശോയോടും അമ്മയോടും ഒരു പ്രാർത്ഥനയുണ്ട്. അവരെപ്പോഴും പറഞ്ഞാണ്, റിപ്പീറ്റ് ചെയ്താണ്, ഇത് ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന്. അതാണ് നമ്മൾക്ക് ഇപ്പോൾ കേൾക്കുവാൻ സാധിച്ചത്. ഈ മകൻ ഒരു പ്രസ്റ്റീജിയസ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിൽ സെൽഫിൽ ജോലി ചെയ്യുന്ന ഒരു മകനാണ്. 5 വർഷമായിട്ട് PhD ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ പല പ്രാവശ്യവും പല കാര്യങ്ങളും ചെയ്തു. പക്ഷെങ്കിൽ അവസാനം 5 വർഷത്തിന് ശേഷം പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ, ഈ മകൻ ശ്രമിച്ച് 5 വർഷം 90 ദിവസത്തിനകം ഉടമ്പടി പുതുക്കി അന്നേരം തന്നെ ഈ മകൻ ആഗ്രഹം സാധിച്ചു കൊടുത്തത്. അപ്പോഴേ ഈ മകൻ പ്രാർത്ഥിച്ചത്, ഈശോയുടെയും അമ്മയുടെയും ഹിതമാണെങ്കിൽ നടത്തി തരണേ, അല്ലെങ്കിൽ മറ്റൊരു വഴി കാണിച്ചു തരണേ എന്നാണ്. ഉടമ്പടി വസ്തുക്കളായ കാശുരൂപവും ഉപ്പുമാണ് ഈ മകൻ ഓരോ ഇൻ്റർവ്യൂവിനും ഉടമ്പടി എടുത്തതിന് ശേഷം ഉപയോഗിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. എന്തും എപ്പോഴും നമുക്ക് പറയാം. നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്ന, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു അമ്മയാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. ആ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ഉറപ്പോടെ വിശ്വാസത്തോടെ ആ അമ്മയോട് നമ്മുടെ കാര്യങ്ങളെല്ലാം വന്ന് കരഞ്ഞ് പറയാം. ആ അമ്മ എന്തായാലും ഈശോയോട് പറഞ്ഞ് അത് സാധിച്ചിരുമെന്ന് ഉടമ്പടി മക്കൾക്ക് വിശ്വസിക്കാം. ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക മാത്രമേ, അവൻ പറയുന്നത് പോലെ ചെയ്യുക മാത്രമേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഈശോയും അമ്മയും ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിലും നടത്തി തരാമെന്ന് വിശ്വസിക്കാം. പിന്നീട് നടന്ന അച്ഛൻ്റെ ഒരു ജോലിയാണ്. അതും ഈ മക്കൾ കുടുംബത്തോടെ നിന്ന് പ്രാർത്ഥിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവിടെയും അവരുടെ കരങ്ങൾ പിടിച്ച് അവരെ മുന്നോട്ട് നയിക്കുന്നതാണ്. ഒരു ജോലി നൽകി ആ കുടുംബത്തെ മുന്നോട്ടെടുക്കുന്നതാണ്. ഈ മകൻ പ്രേക്ഷിത പ്രവർത്തനവും മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യാൻ മടിച്ചില്ല. എല്ലാത്തിനും മുൻകൈ എടുത്ത് ആ മകൻ ഉപയോഗിച്ചൊരു വാക്കാണ് തീഷ്ണത. തീഷ്ണതയാണ് ഉടമ്പടി മക്കൾക്ക് കൂടുതൽ ആവശ്യം. തീഷ്ണതയോടെ ഈശോയെപ്പറ്റി പറയുവാനും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും അറിഞ്ഞവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ കൂടുതൽ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കാനുമുള്ള തീഷ്ണതയാണ് ഈ മകന് ഷെയർ ചെയ്തത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഉടമ്പടിയിൽ പ്രാർത്ഥന വന്നതിന് ശേഷം കൂടുതൽ ഡിസിപ്ലിൻ ആവുകയും ജീവിതത്തിലൊരു വളരെ മാറ്റമാണ് ഈശോയും അമ്മയും ചെയ്തു കൊടുത്തത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ചേർത്ത് പിടിച്ച് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കാം. ഈ മക്കനും ഈ ജോസ് സണ്ണിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.